ആദ്യത്തെ ദിവസം തന്നെ അവിടുത്തെ ദുരൂഹമായിട്ടുള്ള സാഹചര്യത്തെക്കുറിച്ച് ആളുകൾക്ക് സംശയം ഉണ്ടായിരുന്നു. ഇത് കൊട്ടുകൽക്കോണത്താണ്. അപ്പോൾ ആളുകൾ പല സംശയങ്ങളും അവിടെ ഉന്നയിച്ചു. പോലീസിനോട് പല കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു. ഇവിടെ ദുർമന്ത്രവാദം നടക്കുന്നുണ്ട്. ഇവിടുത്തെ കുടുംബനാഥനായിട്ടുള്ള ഉദയകുമാർ മരിച്ചിട്ട് 16 ദിവസമേ ആയിട്ടുള്ളൂ. ഈ 16-ാം ദിവസമാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പല സംശയങ്ങളും അവർ ഉന്നയിച്ചു. ശ്രീധുവിൻ്റെ ഭർത്താവായിട്ടുള്ള ശ്രീജിത്ത് ഈ വീട്ടിൽ വല്ലപ്പോഴുമാണ് എത്താറുള്ളത്. അങ്ങനെ പല കാര്യങ്ങളും നാട്ടുകാർ ഉന്നയിക്കുകയുണ്ടായി. അങ്ങനെ പോലീസ് ഈ 3 പേരെ കസ്റ്റഡിയിലെടുത്തു. 1 ശ്രീധു, 2 ശ്രീജിത്ത്, 3 ഹരികുമാർ. ഈ 3 പേരാണ് ആ വീട്ടിൽ സാന്നിധ്യമുള്ളത്. അപ്പം ഈ 3 പേരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ ശ്രീജിത്തിനെ ആദ്യം തന്നെ പോലീസ് പറഞ്ഞു വിട്ടു. ശ്രീജിത്ത് പോലീസിനോട് ആദ്യം തന്നെ പറഞ്ഞ മറുപടി, എൻ്റെ ഭാര്യയെ എനിക്ക് കാര്യത്തിൽ സംശയമുണ്ട് എന്നുള്ളതായിരുന്നു. എൻ്റെ ഭാര്യ ഈ കൃത്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. ഹരികുമാറിനോട് ചോദിച്ചപ്പോൾ ഹരികുമാർ ഈ കുറ്റം ഏറ്റെടുത്തു.